ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്ക് ബോണ്ടിങ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട് അക്കോർഡിംഗ് ടു വാലൻസ് ബോണ്ട് തിയറി. കോർഡിനേഷൻ കോമ്പൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് തിയറീസ് ഉണ്ട്. വെർണേഴ്സ് തിയറി ഉണ്ട്, വാലൻസ് ബോണ്ട് തിയറി ഉണ്ട്, ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള CFT ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് എങ്ങനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നമ്മൾ രണ്ട് കോംപ്ലക്സുകളാണ് പ്രധാനമായിട്ടും എടുക്കുന്നത്. കോംപ്ലക്സസ് ഹാവിങ് കോർഡിനേഷൻ നമ്പർ 4, അതായത് കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടുള്ള കോംപ്ലക്സുകളും കോർഡിനേഷൻ നമ്പർ 6 ആയിട്ടുള്ള കോംപ്ലക്സുകളുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ. എന്താണ് കോർഡിനേഷൻ നമ്പർ? ഒരു സെൻട്രൽ മെറ്റലിന് ചുറ്റും ഇരിക്കുന്ന ലിഗാൻസിൻ്റെ എണ്ണത്തെയാണ് കോർഡിനേഷൻ നമ്പറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് CONH3 6 times 3+. ഈ ഒരു കോംപ്ലക്സിനെ നോക്കിയാൽ ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ എന്ന് പറയുന്നത് കൊബാൾട്ടാണ്. കൊബാൾട്ടിന് ചുറ്റും 6 NH3 ഇരിപ്പുണ്ട്. സോ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. വേറെ ഒരു എക്സാമ്പിൾ NiCO 4 times. സെൻട്രൽ മെറ്റൽ ആറ്റം നിക്കലാണ്. നിക്കലിന് ചുറ്റും 4 CO കാർബണൽ ഗ്രൂപ്പാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. സോ ഇത് ജസ്റ്റ് ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ എന്താണ് കോർഡിനേഷൻ നമ്പർ എന്ന് ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് VBT വെച്ചിട്ട് നമ്മൾ കോർഡിനേഷൻ നമ്പർ 4 ഉള്ള കോംപ്ലക്സുകളെ കുറിച്ചിട്ടും 6 ഉള്ള കോംപ്ലക്സുകളെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഓരോ മോളിക്യൂൾസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ കോർഡിനേഷൻ കോമ്പൗണ്ടായിട്ട് നമുക്ക് നോക്കാം. അപ്പം എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് ക്ലിയർ ആകും. ഫസ്റ്റ് ഞാൻ എടുക്കുന്ന മോളിക്യൂളാണ് CONH3 6 times 3+ എന്ന് പറയുന്ന കോംപ്ലക്സ്. ഇതിൻ്റെ പേര് ഹെക്സാഅമീൻ കൊബാൾട്ട് 3 അയോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഹെക്സാഅമീൻ എന്ന് പറഞ്ഞാൽ 6 അമൈൻ ഗ്രൂപ്പ്, NH3 ഗ്രൂപ്പ്, കൊബാൾട്ട് 3 ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ്. ഇവിടെ കൊബാൾട്ട് എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നോർമലി നമുക്ക് കൊബാൾട്ടിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. എന്താണ് കൊബാൾട്ടിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നമുക്കറിയാം കൊബാൾട്ട് എന്ന് പറയുന്നതിന് അറ്റോമിക് നമ്പർ 27 ആണ്, 27 ആണ്. കൊബാൾട്ടിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ, 3D 7 4s2. ഇതാണ് കൊബാൾട്ടിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. കൊബാൾട്ടിൻ്റെ ഔട്ടർ. ഇനി കൊബാൾട്ട് 3+ ആകുന്ന സമയത്ത് എന്തായിരിക്കും അവിടുത്തെ കോൺഫിഗറേഷൻ? 4sൽ നിന്ന് 2 ഇലക്ട്രോണും 3D7ൽ നിന്ന് 1 ഇലക്ട്രോണും പോകും. സോ 3D6 4s0 ആയിരിക്കും അവിടുത്തെ കോൺഫിഗറേഷൻ. ഇനി നമുക്കിതൊന്ന് പിക്ചോറലായിട്ട് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കൊബാൾട്ട് എന്ന് പറയുന്നത്, ഇത് D ഓർബിറ്റൽസ് ആണ്. 1 2 3 4 5 3D, ഇത് 4s, വേക്കൻ്റ് ആണെങ്കിലും നമ്മൾ 4p കൂടെ എഴുതും. 4p.
അപ്പോൾ 3d7 ആണ്. ആദ്യം ഓരോന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. 1 2 3 4 5 6 7. 4s 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഇത് കൊബാൾട്ടിൻ്റെ കോൺഫിഗറേഷനാണ്. കൊബാൾട്ട് 3+ ആകുന്ന സമയത്ത് അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? സെയിം ഇതേപോലെ തന്നെ നമ്മൾ വരയ്ക്കുക. 3d 4s 4p. 4s നിന്ന് 2 ഇലക്ട്രോണും 3d നിന്ന് 1 ഇലക്ട്രോണും പോയ സമയത്ത് 1 2 3 4 5 6. ഇതാണ് CO3+ൻ്റെ കോൺഫിഗറേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ലിഗാൻഡ് ആരാണെന്നാണ്. ഇവിടുത്തെ ലിഗാൻഡ് എന്ന് പറയുന്നത് NH3 ആണ്. ഇവിടുത്തെ ലിഗാൻഡ് NH3 ആണ്. നമുക്ക് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് പ്രകാരം NH3 CO ആയിട്ട് വരുന്ന സമയത്ത് അതൊരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യും. എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യും. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് NH3 CO ആയിട്ട് വരുമ്പോൾ, കൊബാൾട്ടുമായിട്ട് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ മാത്രമാണ് അതൊരു സ്ട്രോങ് ഫീൽഡായിട്ട് ആക്ട് ചെയ്യുന്നത്. മറിച്ച് NH3 എന്ന് പറയുന്നത് വേറെ ആരുമായിട്ട്, ക്രോമിയമായിട്ടോ അല്ലെങ്കിൽ നിക്കലുമായിട്ടോ വേറെ ആരുമായിട്ടും വരുന്ന സമയത്ത് അതൊരു വീക്ക് ഫീൽഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇപ്പോൾ ഇവിടെ NH3 എന്ന് പറയുന്നത് CO ആയിട്ടാണ് കമ്പൈൻ ചെയ്ത് വന്നത്. അപ്പോൾ ഇവിടെ NH3 എന്ത് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യും? ഒരു സ്ട്രോങ് ഫീൽഡായിട്ടുള്ള ഒരു ലിഗാൻഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ടാണെങ്കിൽ അവിടെ പെയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അതായത് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ് സെൻട്രൽ മെറ്റലിന് ചുറ്റും ഇരിക്കുന്നതെങ്കിൽ ആ സെൻട്രൽ മെറ്റലിൻ്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അവിടെ പെയർ ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് കൊബാൾട്ട് ുള്ള 6 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, കൊബാൾട്ട് 3+-നകത്തുള്ള 6 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പെയർ ചെയ്യപ്പെടുന്നു. ഇത് 4p ആണ്, ഇത് 4s ആണ്, ഇതെന്ന് പറയുന്നത് 3d ആണ്. ഇനി ബാലൻസ് വേക്കൻ്റ് ആയിട്ടുള്ള, അപ്പം ഈ NH3യുടെ ഇൻഫ്ലുവൻസിലാണ്, അല്ലെങ്കിൽ NH3 അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പെയറിങ് നടക്കുന്നത്. ഇനി CONH3 6 times 3+ ഉണ്ടാകുന്ന ടൈമിൽ അത് ബോണ്ട് ചെയ്യപ്പെടുന്ന സമയത്ത് റിമൈനിങ് ആയിട്ടുള്ള ഈ 2 Dയും 1 Sഉം 3 Pയും കൂടെ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്ത് D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവിടെ ഫോം ചെയ്യും. അപ്പോൾ CONH3 6 times 3+ ഉണ്ടാകുന്ന സമയത്ത് ഈ 3 ഓർബിറ്റൽസ്, അതായത് ഈ D ഓർബിറ്റൽസും S ഓർബിറ്റൽസും P ഓർബിറ്റൽസും കമ്പൈൻ ചെയ്ത് D2, അതായത് ഈ 2 D ആണ് ഉദ്ദേശിക്കുന്നത്. ഈ 2 D2 1 S 3 Pയും കൂടെ കമ്പൈൻ ചെയ്ത് 6 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാകും. 6 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ടാകും. അങ്ങനെ ഇതിന് ഏത് ഹൈബ്രിഡൈസേഷൻ കിട്ടുന്നു? D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വന്നതോടെ D2sp3 ഹൈബ്രിഡൈസേഷൻ കിട്ടുന്നു. 6 എണ്ണമാണ് വരുന്നതെങ്കിൽ അവിടെ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ആയിരിക്കും. 6 എണ്ണമാണ് വരുന്നതെങ്കിൽ ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും അവിടെ വരുന്നത്. ഇത് ഒരു മെയിൻ പോയിൻ്റായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അപ്പോൾ CONH3 6 times ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ മാറ്റം അതും കൂടെ വരയ്ക്കാം. ഫോറസും നമ്മുടെ 4pയും. ഇത് ഓൾറെഡി നമ്മുടെ സെൻട്രൽ മെറ്റലിൻ്റെ
ഇലക്ട്രോൺസ് ആണ് ഈ ഓറഞ്ച് കളറിൽ വരച്ചേക്കുന്നത്. NH3 വരുമ്പോൾ NH3യുടെ ഇലക്ട്രോൺസും കൂടെ ഇവിടെ ഇങ്ങനെ കയറി പെയർ ചെയ്യും. ഇതാണ് അവിടുത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ഫിഗർ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഏതെങ്കിലും ഒരു അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടോ? ഏതെങ്കിലും ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ട് ഇരിപ്പുണ്ടോ? ഇല്ല. അപ്പോൾ അടുത്ത പോയിൻ്റാണ് നോ അൺപെയർഡ് ഇലക്ട്രോൺസ്. അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒന്നുമില്ലാത്തത് കൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഡയാമാഗ്നറ്റിക് ആയിട്ടായിരിക്കും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്തായിരിക്കും? മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. √n×n+2 ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണല്ലേ. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് വല്ലതും ഉണ്ടോ? അപ്പോൾ ഈ കേസിൽ എന്നിൻ്റെ വാല്യൂ 0. ദെർഫോർ മാഗ്നറ്റിക് മൊമെൻറ്റ് mu എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ ചോദിക്കാവുന്ന ഒരു കാര്യം, ഈ കോംപ്ലക്സ് ഹൈ സ്പിൻ കോംപ്ലക്സ് ആണോ ലോ സ്പിൻ കോംപ്ലക്സ് ആണോ എന്ന് ചോദിക്കാം. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് വരുന്നതെങ്കിൽ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് വരുന്നതെങ്കിൽ അവിടെ എന്തായാലും പെയറിംഗ് നടക്കും. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കും. അങ്ങനെ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടന്നാൽ അൺപെയർഡ് ഇലക്ട്രോൺസ് എന്തായിരിക്കും? ലെസ് ആയിരിക്കും. ആ കേസിൽ അവിടെ ഉണ്ടാകുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത് ലോ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും. ഇതും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഓർക്കുക, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോംപ്ലക്സുകൾ എന്ന് പറയുന്നത് ലോ സ്പിൻ കോംപ്ലക്സുകൾ ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ എടുത്ത കോംപ്ലക്സ് ഏതാ? CONH3 6 times 3+ എന്ന് പറയുന്ന കോംപ്ലക്സ്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സുകൾ, NH3 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫീൽഡായിട്ടുള്ള ഒരു ലിഗാൻഡാണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്. രണ്ടാമത് ഓർത്തിരിക്കേണ്ടത് D2sp3 ഹൈബ്രിഡൈസേഷനാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻ്റ് 0 implies this molecule is diamagnetic in nature. ഇതെങ്ങനത്തെ കോംപ്ലക്സ് ആണ്? ലോ സ്പിൻ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇത് ലോ സ്പിൻ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് നമ്മൾ വിളിക്കും. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇന്നറായിട്ട് കിടക്കുന്ന 3Dയും 4Sഉം 4P അല്ലേ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. 4Dയിലോട്ടൊന്നും പോയില്ലല്ലോ. 4D എന്ന് പറഞ്ഞാൽ ഔട്ടർ ഓർബിറ്റൽ കിടക്കുന്നത്. അപ്പോൾ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് CONH3 6 times 3+ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സിനെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കാറ്. ഇനി നമുക്ക് വേറൊരു കോംപ്ലക്സ് എടുക്കാം. രണ്ടാമത്തെ ഒരു കോംപ്ലക്സ് ആണ് COF6 3-. മറ്റതിനെ പോലെ തന്നെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് കൊബാൾട്ടാണ് അവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം. കോർഡിനേഷൻ നമ്പർ 6 തന്നെയാണ്. കാരണം കൊബാൾട്ടിന് ചുറ്റും 6 ഫ്ലൂറിൻ അയോൺസ് ആണ് ഇരിക്കുന്നത്. സോ പ്രോബബ്ലി ഒക്ടാഹെഡ്രൽ സ്ട്രക്ചറാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, മറ്റേ കോംപ്ലക്സിൽ നമ്മൾ NH3 എന്ന് പറയുന്നത് NH3 ഒരു സ്ട്രോങ് ഫീൽഡായിട്ട് ആക്ട് ചെയ്യുമെങ്കിൽ ഇവിടെ ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഒരു വീക്ക് ഫീൽഡായിട്ടുള്ള ഒരു ലിഗാൻഡാണ്. ഫ്ലൂറിൻ ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. അപ്പോൾ ഹൈബ്രിഡൈസേഷനും അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും കാര്യങ്ങളും എല്ലാം മാറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയും മറ്റതിനെ പോലെ തന്നെ
CO+3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുമ്പോൾ D6 4s 4p. സോറി, മിസ്റ്റേക്ക് പറ്റി. ഫസ്റ്റ് 1 2 3 4 5 6 ഇങ്ങനെയാണ് ഇരിക്കുന്നത്. CO3+. ഇവിടുത്തെ ലിഗാൻഡ് ഫ്ലൂറിൻ്റെ പ്രസൻസിൽ ഇവിടെ പെയറിങ് നടക്കത്തില്ല. കാരണം ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഒരു വീക്ക് ഫീൽഡാണെന്ന് നമ്മൾ പറഞ്ഞു. വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരുമ്പോൾ അവിടെ പെയറിങ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഫ്ലൂറിൻ വരുന്ന സമയത്ത് ഫ്ലൂറിന് ഈ ഓർബിറ്റൽസ്, ഈ 3Dയുടെ ഈ ഓർബിറ്റൽസിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഒരു വീക്ക് ഫീൽഡ് ആയതുകൊണ്ട് പെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ ഒരു ഓർബിറ്റലും കൂടെ എക്സ്ട്രാ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് 3D ഓർബിറ്റലാണ്, 3D6 ആണിത്. നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ഇത് 4s ആണ്, ഇത് 4p ആണ്. 4D ഓർബിറ്റലും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. എന്തുകൊണ്ടാണ് ഇവിടെ 4D ഓർബിറ്റൽ നമ്മൾ കൺസിഡർ ചെയ്തത്? കാരണം ഫ്ലൂറിൻ ഒരു സ്ട്രോങ് ഫീൽഡ് ആയിരുന്നെങ്കിൽ ഈ ഇലക്ട്രോൺസുകളെ എല്ലാം ഫ്ലൂറിന് പെയർ ചെയ്തുകൊണ്ട് ഇവിടുത്തെ 2D എടുക്കായിരുന്നു. ഇവിടുത്തെ വേക്കൻ്റ് ആയിട്ടുള്ള 2D എടുത്തിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തായിരുന്നു. പക്ഷേ ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഒരു വീക്ക് ഫീൽഡ് ആയിട്ടുള്ള ലിഗാൻഡാണ്. സോ ഇവിടെ ഫ്ലൂറിൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് ഫ്ലൂറിൻ ഈ 4sഉം ഈ 4pയും ഈ 4Dയുമാണ് എടുക്കുന്നത്. നമുക്കറിയാം കോർഡിനേഷൻ നമ്പർ 6 വന്നാൽ 2 ഹൈബ്രിഡൈസേഷനാണ് കുട്ടികളെ പോസിബിൾ ആയിട്ടുള്ളത്. D2sp3 ഹൈബ്രിഡൈസേഷനും ഉണ്ട്, sp3D എന്ന് പറയുന്ന sp3D2 ഹൈബ്രിഡൈസേഷനും ഉണ്ട്. എന്തായാലും D2sp3 വരണമെങ്കിൽ ഇവിടെ പെയറിങ് നടക്കണം. പിന്നെ വരാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ sp3D. അപ്പോൾ ഫ്ലൂറിൻ ഈ ഒരു എസിനെയും ഈ ഒരു 3pനെയും ഈ 2Dനെയും എടുത്തുകൊണ്ടാണ് അവിടെ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. അങ്ങനെ അതിന് sp3D2 ഹൈബ്രിഡൈസേഷനാണ് കിട്ടുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂറിൻ ഒരു വീക്ക് ഫീൽഡ് ആയതുകൊണ്ട് പെയറിങ് നടക്കുന്നില്ല. സോ ഈ 3Dനെ ഫ്ലൂറിൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഔട്ടർ ആയിട്ടുള്ള ഒരു 4Dയും കൂടെ എടുത്തു. എന്നിട്ട് അതിലാണ് നടത്തുന്നത്, പെയറിങ് നടത്തുന്നത്. കോർഡിനേഷൻ നമ്പർ 6 വന്നാൽ D2sp3യും വരാം, sp3D2വും വരാം. അപ്പോൾ sp3D2 വന്നാലാണ് കറക്റ്റായിട്ട് അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ പോസിബിൾ. അപ്പോൾ COF6 3- നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സ്, ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് നോ പെയറിംഗ് ടേക്ക് പ്ലേസ്. ദാറ്റ് മീൻസ് ദർ ഈസ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. sp3D2 ആണ് ഹൈബ്രിഡൈസേഷൻ വിത്ത് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ് അതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. മോളിക്യൂൾ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇവിടെ 4 അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണുള്ളത്. നേരത്തെ നമ്മൾ വരച്ചത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിച്ചൂടെ? മാഗ്നറ്റിക് മൊമെൻറ്റ് μ നമുക്കറിയാം √n/n+2 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. n നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ, ഇവിടെ 4 അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് √4 × 4+2 ആണ്. ദാറ്റ് ഈസ് √4 × 6. 4 × 6 എന്ന് പറയുന്നത് √24 ആണ്. ഇതിന് ഏറ്റവും അടുത്തുള്ള റൂട്ട് എന്ന് പറയുന്നത് √25, 5ൻ്റെ റൂട്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 4.5
9 സംതിങ് BM വരും. BM എന്ന് പറഞ്ഞാൽ ബോർ മാഗ്നറ്റ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ഓർക്കാറ്. അപ്പോൾ ജനറലി നമ്മൾ പറയുവാണെങ്കിൽ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് D2sp3 ആയിരിക്കും. ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. ഡയാമാഗ്നറ്റിക് ആയിരിക്കും. മാഗ്നറ്റിക് മൊമെൻ്റ് mu എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. ഇനി വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് sp3 D2 ആയിരിക്കും. ഹൈ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും. പാരാമാഗ്നറ്റിക് ആയിരിക്കും. മാഗ്നറ്റിക് മൊമെൻ്റ് 0 ആയിരിക്കത്തില്ല, ഒരു നിശ്ചിതമായിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഔട്ടർ ഓർബിറ്റൽ, കാരണം ഔട്ടർ d ഓർബിറ്റൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിലാണ് പറയുന്നത്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇനി ഏതൊക്കെയാണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്, ഏതൊക്കെയാണ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് ഒരു ഡൗട്ട് വരാം. ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സ്പെക്ട്രോ കെമിക്കൽ സീരീസ്. അതായത് H2O എന്ന് പറയുന്ന ഈ ഒരു മോളിക്യൂൾ ഉണ്ടല്ലോ, ഈ മോളിക്യൂളിന് മുകളിലോട്ടുള്ളവർ, അതായത് H2O കഴിഞ്ഞിട്ട് വരുന്ന NH3, EN, NO2- ഇവരൊക്കെയാണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. ഈ ലിഗാൻഡ്സുകളെയാണ് നമ്മൾ വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. H2Oയുടെ ഫസ്റ്റ് കിടക്കുന്ന ലിഗാൻഡ്സുകളെ നമ്മൾ വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്നും അത് കഴിഞ്ഞിട്ട് വരുന്ന ലിഗാൻഡ്സുകളെയാണ് നമ്മൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് എന്നും വിളിക്കുന്നത്. അപ്പം നമുക്ക് ഒരു കോംപ്ലക്സ് നമുക്ക് കിട്ടുവാണെങ്കിൽ, നമുക്കിപ്പോൾ അത് ഒക്ടാഹെഡ്രലിൻ്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമുക്ക് കിട്ടുവാണെങ്കിൽ അതിനകത്തുള്ള ലിഗാൻഡ് വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഹൈബ്രിഡൈസേഷനും അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഒക്കെ പറയാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ FeCN 6 times 3-. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പ്രൊസീജിയറിലോട്ടൊന്നും പോകണ്ട, നിങ്ങൾ ലിഗാൻഡ് മാത്രം നോക്കിയാൽ മതി. ലിഗാൻഡ് നോക്കുമ്പോൾ അവിടുത്തെ ലിഗാൻഡ് എന്ന് പറയുന്നത് CN ആണ്. നോക്കിക്കേ, CN എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫീൽഡാണ്. 6 ആണ് കോർഡിനേഷൻ നമ്പർ. സോ ഒക്ടാഹെഡ്രലാണ് അവിടുത്തെ സ്ട്രക്ചർ വരുന്നത്. സ്ട്രോങ് ഫീൽഡ് ആകുമ്പോൾ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് D2sp3 ആയിരിക്കും. അവിടെ എന്ന് പറയുന്നത് ലോ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഇത് ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള മോളിക്യൂളായിരിക്കും. മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ലിഗാൻഡ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് മനസ്സിലാവും. അപ്പം ഇത്രയും സിമ്പിളാണ്. ഇതേപോലെ തന്നെയാണ് സ്ക്വയർ പ്ലാനാറും ടെട്രാഹെഡ്രലും, അതായത് കോർഡിനേഷൻ നമ്പർ 4 വരുന്ന കേസുകൾ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും ക്ലിയർ ആക്കുക. താങ്ക് യു.